പ്രൈസ് ലോർഡ്. ഇയ്യോബിൻ്റെ പുസ്തകം 27-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവചനങ്ങൾ. ഇയ്യോബ് തൻ്റെ സുഭാഷിതം തുടർന്ന് ചൊല്ലിയതെന്തെന്നാൽ, എൻ്റെ ന്യായം നീക്കിക്കളഞ്ഞ ദൈവത്താണ്, എനിക്ക് മനോവ്യസനം വരുത്തിയ സർവശക്തനാണ്. എൻ്റെ പ്രാണൻ മുഴുവനും എന്നിലും ദൈവത്തിൻ്റെ ശ്വാസം എൻ്റെ മൂക്കിലുമുണ്ടല്ലോ. എൻ്റെ അധരം നീതികേട് സംസാരിക്കയില്ല, എൻ്റെ നാവ് വ്യാജമുച്ചരിക്കുകയുമില്ല. നിങ്ങളുടെ വാദം ഞാൻ ഒരു നാളും സമ്മതിക്കയില്ല, മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കുകയുമില്ല. എൻ്റെ നീതി ഞാൻ വിടാതെ മുറുകെ പിടിക്കുന്നു, എൻ്റെ ഹൃദയം എൻ്റെ നാളുകളിലൊന്നിനെയും ആക്ഷേപിക്കുന്നില്ല. എൻ്റെ ശത്രു ദുഷ്ടനെപ്പോലെയും എൻ്റെ എതിരാളി നീതികെട്ടവനെപ്പോലെയും ആകട്ടെ. ദൈവം വഷളനെ ഛേദിച്ച് അവൻ്റെ പ്രാണനെ എടുത്തു കളഞ്ഞാൽ അവന് എന്തു പ്രത്യാശ ശേഷിപ്പുള്ളൂ? അവന് കഷ്ടത വരുമ്പോൾ ദൈവം അവൻ്റെ നിലവിളി കേൾക്കുമോ? അവൻ സർവശക്തനിൽ ആനന്ദിക്കുമോ? എല്ലാ കാലത്തും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമോ? ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഉപദേശിക്കും, സർവശക്തൻ്റെ ആന്തരം ഞാൻ മറച്ചു വയ്ക്കുകയില്ല. നിങ്ങളെല്ലാവരും അത് കണ്ടിരിക്കുന്നു. നിങ്ങൾ വ്യർത്ഥബുദ്ധികളായിരിക്കുന്നതെന്ത്? ഇത് ദുർജനത്തിന് ദൈവത്തിൻ്റെ പക്കലുള്ള ഓഹരിയും നിഷ്ഠൂരന്മാർ സർവശക്തങ്കിൽ നിന്ന് പ്രാപിക്കുന്ന അവകാശവും തന്നെ. അവൻ്റെ മക്കൾ പെരുകിയാൽ അത് വാളിനായിട്ടത്രേ. അവൻ്റെ സന്തതി അപ്പം തിന്ന് തൃപ്തരാകയില്ല. അവന് ശേഷിച്ചവർ മഹാമാരിയാൽ കുഴിയിലാകും. അവൻ്റെ വിധവമാർ വിലപിക്കുകയുമില്ല. അവൻ പൊടി പോലെ വെള്ളി സ്വരൂപിച്ചാലും മണ്ണുപോലെ വസ്ത്രം സമ്പാദിച്ചാലും അവൻ സമ്പാദിച്ചു എന്നേയുള്ളൂ. നീതിമാൻ അത് ഉടുക്കും, കുറ്റമില്ലാത്തവൻ വെള്ളി പങ്കിടും. ചിലന്തിയെപ്പോലെ അവൻ വീട് പണിയുന്നു, കാവൽക്കാരൻ മാടം കെട്ടുന്നത് പോലെ തന്നെ. അവൻ ധനവാനായി കിടക്കുന്നു, പിന്നെ അങ്ങനെ ചെയ്യുകയില്ല. അവൻ കണ്ണു തുറക്കുന്നു, ഇല്ലാതെയാകുന്നു. വെള്ളം പോലെ ഭയം അവനെ പിടിക്കുന്നു. രാത്രിയിൽ കൊടുങ്കാറ്റ് അവനെ കവർന്നു കൊണ്ടുപോകുന്നു. കിഴക്കൻ കാറ്റ് അവനെ പിടിച്ചിട്ട് അവൻ പോയി പോകുന്നു. അവൻ്റെ സ്ഥലത്തു നിന്ന് അത് അവനെ പാറ്റിക്കളയുന്നു. ദൈവം ആദരിയാതെ അവനെ എയ്യുന്നു. തൃക്കൈയിൽ നിന്ന് ചാടിപ്പോകുവാൻ അവൻ നോക്കുന്നു. മനുഷ്യർ അവൻ്റെ നേരെ കൈകൊട്ടും. അവൻ്റെ സ്ഥലത്തു നിന്ന് അവനെ വിരട്ടി പുറത്താക്കും. പ്രൈസ് ദി ലോർഡ്. വായിച്ച വേദഭാഗങ്ങളാൽ കർത്താവ് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.